ഇവിടെ എന്താണ് നടക്കുന്നത്, വരുന്നവൻ ആരാണ് എന്നൊക്കെ മനസ്സിലാക്കിയാൽ ഈ ലോകത്തുള്ള ആരും പിന്നെ ഇങ്ങോട്ട് വരില്ല. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കൂടെ നോക്കാണ്ട് പറഞ്ഞ എടുക്കാച്ച ടോപ്പിക്കാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് മാസ്കോട്ട് ലോഗോ ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്ന് പറഞ്ഞാൽ 3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൊഫഷണൽ ആയുള്ള രീതിക്ക് ഷീൽഡ്, ബാക്ക്ഗ്രൗണ്ട്, ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ നമ്മൾ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, സോ ഗൈസ്, അതായത് ആ ഒരു മാസ്കോട്ട് വരച്ച പുള്ളിനെ കൊണ്ട് തന്നെ നമ്മളത് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു വീഡിയോ ആണ്. അതായത് മാസ്കോട്ട് ലോഗോൻ്റെ ടെക്സ്റ്റും ഷീൽഡും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ പക്കാ പ്രൊഫഷണലായിട്ട് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതാണ് ഈ ഒരു വീഡിയോ കൂടെ നോക്കായിട്ട് പറഞ്ഞത്. ആൻഡ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ജിഫ് നല്ല കൊളാബ് തന്നെയാണ്. സോ പുള്ളിക്കാരൻ ചാനലിൻ്റെ കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട്, സോ ജസ്റ്റ് ഒന്ന് പോയി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലുകാരൻ സബ്സ്ക്രൈബ് ചെയ്യാൻ അത്യാവശ്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് കാര്യങ്ങളൊക്കെ പുള്ളിക്കാരൻ ഇടുന്നുണ്ട്. സോ ജസ്റ്റ് ഒന്ന് പോയി സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അത്രയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ സോട്ട് തന്നെ സമയങ്ങളാണ് നമുക്ക് നേരെ പിടിച്ചിട്ട് പോകാം. സോ ഗൈസ്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ വീഡിയോയിലുള്ള പരിപാടി തന്നെയാണ്. അതായത് നമ്മുടെ ടെക്സ്റ്റ് കാര്യങ്ങൾ നമ്മൾ പിക്സൽ ലാബിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അതായത് ബ്രൂക്ലിൻ എന്ന് പറയുന്ന ടെക്സ്റ്റ് കാര്യങ്ങൾ ചെയ്യുന്ന സബ്സ്പേസ് എന്ന് പറയുന്ന ഫോണ്ടാണ്. സോ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണ്ട് കാര്യങ്ങൾ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ കൈൻമാസ്റ്റർ അല്ല നമ്മുടെ പിക്സൽ ലാബിലിട്ട് എങ്ങനെയാണ് കസ്റ്റമായിട്ട് ആഡ് ചെയ്യുക എന്നുള്ളത് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സെക്കൻഡ് ചാനൽ കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ അതായത് ബ്രൂക്ലിൻ പ്രോ 2.0 ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചാനൽ കാര്യങ്ങൾ കിട്ടും. സോ അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഫോണ്ട് കാര്യങ്ങൾ നമ്മുടെ പിക്സൽ ലാബിലോട്ട് ആഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ബ്രൂക്ലിൻ എന്ന് പറയുന്ന ഫോണ്ട് കാര്യങ്ങൾ നമ്മൾ ആ ഒരു ഫോണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് സബ്സ്പേസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാണ്ട് പോകുന്നത്. അതിന് പ്രോ വൈറ്റി നിങ്ങൾ വേറെ ഏതെങ്കിലും ഫോണ്ട് വെച്ച് ചെയ്യുക. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇതിനകത്ത് വേറെ ഫോണ്ടാണ് യൂസ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, അപ്പോൾ അതിനുശേഷം നമ്മളത് അൾട്രാലിറ്റീസ് ഒന്ന് എക്സ്പോർട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മുടെ PSCC ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ PSCC ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പ്രൊജക്ട് റേഷ്യോ കാര്യങ്ങൾ അടിക്കുകയാണ്. ഓക്കെ, സോ അതായത് 1500:1500 ആ ഒരു രീതിക്കാണ് നമ്മൾ പ്രൊജക്ട് റേഷ്യോ കാര്യങ്ങൾ എടുക്കുന്നത്. അത് ഒരു സ്ക്വയർ രീതിക്കാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇത് കാര്യങ്ങൾ കിട്ടും, അതായത് ഇങ്ങനെ ഒരു ക്യാൻവാസ് കാര്യങ്ങൾ കിട്ടും. സോ അതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലോഗോ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് നമ്മുടെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ കൊടുക്കുന്നുണ്ടാവും. സോ നിങ്ങൾ ഈ ഒരു ലോഗോ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മളിവിടെ ജസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളൊന്ന് കറക്റ്റ് ഒന്ന് സെൻറ്ററിലോട്ട് ആക്കി വെക്കുകയാണ്, ഏകദേശം സെൻറ്ററിലോട്ട് ആക്കി വെക്കുകയാണ്. സോ അതിനുശേഷം ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു സംഭവത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ കാര്യങ്ങൾ കുറച്ചൊന്ന് മാറ്റുകയാണ്. ഓക്കെ, സോ അതായത് നമ്മൾ ചെയ്യുന്ന എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുള്ളത്. സോ അത് കറക്റ്റായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ പിക്സൽ ലാബിൽ നമ്മൾ എഡിറ്റ് ചെയ്ത, അതായത് നമ്മൾ പിക്സൽ ലാബിൽ ചെയ്ത ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. സോ ഇതാണ് നമ്മുടെ പിക്സൽ ലാബിൽ നമ്മൾ ചെയ്ത ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ 2 ടെക്സ്റ്റ് ആയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഇപ്പോൾ നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇത് രണ്ടും ഒറ്റ ടെക്സ്റ്റ് ആണ്. സോ നമുക്കിത് 2 ടെക്സ്റ്റ് ആക്കണം. ഓക്കെ, സോ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ലെയർ ഫ്രം സെലക്ഷൻ അടിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ലെയർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സംഭവം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഞാൻ പറയുന്നത് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ സ്ലോയിലിട്ട് കാണാം. ഓക്കെ, സോ നമുക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത ടൈമിനനുസരിച്ച് നമുക്ക് വോയിസ് ഓവർ പറഞ്ഞു പോകണം. സോ അതുകൊണ്ടാണ് വീഡിയോ കാര്യങ്ങൾ ഫാസ്റ്റ് ആവുന്നത്. സോ ജസ്റ്റ് ഒന്ന് പ്ലേ ബാക്ക് സ്പീഡ് കുറച്ചിട്ട് കാണാം. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു സംഭവത്തിന് ഒരു ബോർഡർ കാര്യങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങൾക്ക് ഒന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. സോ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ മുമ്പത്തെ വീഡിയോസൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ജസ്റ്റ് നമ്മൾ ഒരു രീതിക്ക് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത്, അതായത് ഞാൻ ജസ്റ്റ് ചെയ്യുന്ന രീതിക്ക് നിങ്ങൾക്ക് അത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് ഇതിനകത്ത് നമുക്കൊരു ഫെയ്ഡ് എഫക്റ്റ് കൂടെ കൊടുക്കുകയാണ്. നമ്മൾ ഈ ഒരു ഫയലിനൊരു അല്ലെങ്കിൽ ഈ ഒരു ടെക്സ്റ്റ് ഷെയ്ഡിങ്ങിന് നമ്മളൊരു ഫെയ്ഡ് എഫക്റ്റ് കാര്യം കൊടുക്കുകയാണ്. അതായത് സെൻറ്ററിൽ മാത്രം ഫെയ്ഡ് വരുന്ന ആ ഒരു രീതിക്ക് വരുന്ന ഒരു ഫെയ്ഡ് എഫക്റ്റ് കാര്യം കൊടുത്തിട്ടുണ്ട്. സോ കറക്റ്റായിട്ട് വീഡിയോയിൽ ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഈ ഒരു രീതിക്ക് തന്നെ കിട്ടുന്നുണ്ടാവും. ഓക്കെ, സോ അത് കറക്റ്റായിട്ട് കൊടുക്കാൻ കറക്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അതായത് നമ്മുടെ ആ ഒരു ഫെയ്ഡ് എഫക്റ്റ് കാര്യം നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം ഇനി നമ്മളെ മെർജ് ചെയ്തിട്ടുണ്ട്, ആ ലെയർ കാര്യങ്ങൾ നമ്മൾ മെർജ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ആ ഒരു ടെക്സ്റ്റിന് നമ്മൾ കളർ കാര്യങ്ങൾ മാറ്റാണ്ട് പോവാണ്. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തും അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ എഫക്ട്സ് ഓപ്ഷനിൽ പോവുക. ആൻഡ് എഫക്ട്സ് ഓപ്ഷനിൽ പോയതിന് ശേഷം ജസ്റ്റ് നിങ്ങളുടെ ആ ഒരു കളർ ഓപ്ഷൻ കാര്യങ്ങൾ, നമ്മുടെ ആ ഒരു ടിൻറ്റ് ഓപ്ഷൻ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ കാര്യങ്ങൾ മാറ്റാണ്ട് പറ്റും. സോ നമ്മുടെ ആ ഒരു ടീഷർട്ടിൻ്റെ കളർ തന്നെയാണ് എടുക്കുന്നത്, അതായത് നമ്മുടെ ആ ഒരു സെക്കൻഡ് എഡിറ്റിൻ്റെ കളർ തന്നെയാണ് എടുക്കുന്നത്. സോ നമ്മൾ അതുമ്പോൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തത് നമ്മുടെ ഫിൽ ടൂൾ വെച്ചിട്ട് നമ്മുടെ ആ ഒരു ഷർട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ജസ്റ്റ് അതിന് ശേഷം നിങ്ങൾ
നിങ്ങൾ വേറെ ഒന്നും ചെയ്യാനിട്ടില്ല. സോ അതുപോലെ തന്നെ നമ്മുടെ എന്നിൻ്റെ കളർ നമ്മൾ മാറ്റാനായിട്ട് പോവുകയാണ്. ഓക്കെ, സോ ബ്രൂക്ലിൻ്റെ ബിയും എന്നും ആണ് നമ്മൾ മാറ്റാനായിട്ട് പോകുന്നത്. സോ രണ്ടും ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ, അതിന് ശേഷം ടിൻറ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറ്റാവുന്നതാണ്. and അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പ്രോ വൈറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഫോണ്ട് കാര്യങ്ങൾ വെച്ച് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പം ഒരു നോർമൽ ഫോണ്ട് ഏകദേശം ഒരു നല്ലൊരു ഫോണ്ട് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. and അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ഒപ്പാസിറ്റി കാര്യങ്ങൾ വെച്ച് ഒന്ന് കുറച്ചും കൂട്ടി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അത് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് ചെയ്യാവുന്നതാണ്. നമ്മളിത് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് അപ്പം അതിന് ശേഷം നമ്മുടെ ആ ഒരു പ്രോ വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാണ്ട് പോകുന്നത്. ആൻഡ് ജസ്റ്റ് നമ്മുടെ കളർ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതിനകത്ത് ചെയ്യുന്ന രീതിക്ക് തന്നെ നിങ്ങൾ ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിന് എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ചെയ്യുന്നതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ടാവും. സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ് അപ്പം അതിന് ശേഷം നമ്മുടെ ആ ഒരു പ്രോ വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡിൽ നമ്മൾ ആ ഒരു പിങ്ക് ഗ്രേഡിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പിങ്ക് ഔട്ട്ലൈൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാണ്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെൻറ്ററിൽ തന്നെയാണ് പ്ലേസ് ചെയ്യാണ്ട് പോകുന്നത്, അല്ലാതെ നീക്കിയൊന്നല്ല പ്ലേസ് ചെയ്യാണ്ട് പോകുന്നത്. ഓക്കെ, സോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന വെച്ചാൽ അടിയിലൊക്കെ ആയിരിക്കും പ്ലേസ് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കറക്റ്റ് സെൻറ്ററിൽ തന്നെയാണ് പ്ലേസ് ചെയ്യാണ്ട് പോകുന്നത്. ഓക്കെ, സോ ഇത് കറക്റ്റായിട്ടൊരു സ്ക്വയർ രീതി, അല്ല സ്ക്വയർ അല്ല, നമ്മുടെ റെക്ടാങ്കിൾ രീതിക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. അത് കറക്റ്റ് നമ്മുടെ അതിനകത്ത് ടെക്സ്റ്റ് വന്ന രീതിക്ക് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഇത് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യാൻ, ഇതൊക്കെ ചെയ്യുമ്പം കുറച്ച് ടൈം കാര്യങ്ങൾ സ്പെൻഡ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ കുറച്ച് ടൈം നമ്മൾ അധികം ഇതിനകത്തേക്ക് വേണ്ടി ചെയ്യുന്നതനുസരിച്ചായിരിക്കും നിങ്ങളുടെ വർക്ക് കാര്യങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ടാവുക. സോ ജസ്റ്റ് ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കാം. അതിൻ്റെ അത്രയാണ് ഇത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഇത് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റ് കാര്യങ്ങൾ പ്രോ വൈറ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് കാര്യം നമ്മൾ സെൻറ്ററിലോട്ട് ഓൾമോസ്റ്റ് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതിനനുശേഷം ഇപ്പോൾ മെർജ് ചെയ്തു. അതിനനുശേഷം എംപ്റ്റി ലെയർ കാര്യങ്ങൾ എടുത്ത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്ത് ജസ്റ്റ് ആ ഒരു സംഭവം കാര്യങ്ങളുടെ ഒരു സ്ട്രോക്ക് കാര്യങ്ങൾ രീതിക്ക് കൊടുക്കാണ്ട് പോവാണ്. ഓക്കെ, സോ സ്ട്രോക്ക് കാര്യങ്ങൾ ബ്ലാക്ക് തന്നെയാണ് കൊടുക്കുന്നത്. സോ ബ്ലാക്ക് ആയിരിക്കും കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയത്. സോ ബ്ലാക്ക് തന്നെയായിരിക്കും കൊടുക്കുന്നത്. സോ അത് കറക്റ്റായിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഒരു കട്ടിങ് വരുന്ന ഭാഗങ്ങളൊക്കെ കറക്റ്റായിട്ട് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. ആൻഡ് അതിനുശേഷം ആൻഡിൽ പോയി ഫിൽ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, സോ ആ ഒരു രീതിക്ക് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ, അതിൻ്റെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടെക്സ്റ്റിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഗൈസ് അപ്പം ഇനി നമ്മൾ ടെക്സ്റ്റ് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്യണം, അത് ജസ്റ്റ് ഒന്ന് ചെറുതാക്കി വെക്കണം. ആൻഡ് ജസ്റ്റ് ഒന്ന് സ്ക്യൂ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ സ്ക്യൂ കുറച്ച് കൊടുക്കാൻ, ഒരുപാട് സ്ക്യൂ കൊടുക്കരുത്. സോ കുറച്ച് സ്ക്യൂ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇത് പൊസിഷൻ ചെയ്ത് വെക്കാവുന്നതാണ്. ആൻഡ് റീപൊസിഷൻ കാര്യങ്ങൾ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, സോ വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് തന്നെ വെക്കുക, വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, സ്ക്യൂ കൊടുക്കുമ്പോൾ ഒരുപാട് സ്ക്യൂ കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക. ആൻഡ് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സംഭവം കാര്യം കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല. സോ ജസ്റ്റ് അത് കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, സോ ഗൈസ് അപ്പം അതിനുശേഷം ജസ്റ്റ് ഈ ഒരു ടിക്ക് ഓപ്ഷൻ കാര്യങ്ങൾ കൊടുത്ത വെച്ച് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാം. ആൻഡ് ഇനി നമ്മുടെ ഷീൽഡ് കാര്യങ്ങളാണ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത്. സോ ഈ ഒരു ഷീൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതന്നെ ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷീൽഡ് കാര്യങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. സോ വേണമെന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷീൽഡ് കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതൊരു ന്യൂ ടൈപ്പ് ഓഫ് ഷീൽഡ് കാര്യങ്ങളാണ്, നമ്മുടെ വീഡിയോസിൽ ഇതുവരെ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. സോ ജസ്റ്റ് ആ ഒരു രീതിക്ക് നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ അതിൻ്റെ ടിൻറ്റ് കാര്യങ്ങൾ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ആ ഒരു സെയിം കളർ തന്നെയാണ് ടിൻറ്റ് കാര്യങ്ങൾ ഓൾമോസ്റ്റ് കൊടുത്തിട്ടുള്ളത്. സോ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കാര്യങ്ങൾ എടുത്ത് ജസ്റ്റ് ഒന്ന് ഒപ്പാസിറ്റി കാര്യങ്ങൾ വെച്ച് ഒന്ന് കുറച്ച് ലീനിയർ ഡോഡ്ജ് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇപ്പം രണ്ടും ഓൾമോസ്റ്റ് ഒരു വേറൊരു കളർ ഷെയ്ഡ് പോലെ വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മളതൊന്ന് മെർജ് ഡൗൺ ചെയ്യുകയാണ്. സോ ഇപ്പോൾ നമ്മൾ രണ്ടും മെർജ് ഡൗൺ ചെയ്തിട്ടുണ്ട്. സോ ഗൈസ് അപ്പം നിങ്ങളെല്ലാം മെർജ് ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റായിട്ട് എല്ലാത്തിൻ്റെയും പൊസിഷൻ കാര്യങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് മാറ്റിയതിന് ശേഷം മാത്രം മെർജ് ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ മെർജ് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് കാര്യങ്ങൾ ആക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് തിരിച്ചെടുക്കാമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഗൈസ് അപ്പം നമ്മൾ പ്രൊജക്റ്റ് ഒരു പ്രാവശ്യം സേവ് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെർജ് ഡൗൺ ചെയ്ത ലേയേഴ്സ് കാര്യങ്ങൾ തിരിച്ച് റീസ്റ്റോർ ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, സോ അതായത് നമുക്ക് അണ്ടു അടിക്കാനായിട്ട് പറ്റില്ല. സോ നമ്മൾ സേവ് ചെയ്യുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റും, അതല്ലാതെ നമുക്ക് അണ്ടു അടിക്കാനായിട്ട് പറ്റില്ല. സോ ഇപ്പോൾ നമ്മളിതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മെർജ് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ നമ്മളത് മെർജ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഒരു ട്രാൻസ്ഫോം കൊടുത്ത്, അതായത് സെലക്ട് പിക്സൽസ് അടിച്ച് വേറൊരു ലെയറിൽ കൊണ്ട് പേസ്റ്റ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ ട്രാൻസ്ഫോം കൊടുത്തതിന് ശേഷം നമ്മളൊരു സ്ട്രോക്ക് കാര്യങ്ങൾ കൊടുക്കുകയാണ്, ഒരു വൈറ്റ് ബോർഡർ കാര്യങ്ങൾ കൊടുക്കുകയാണ്. സോ നിങ്ങൾ ഓൾറെഡി നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു രീതിക്ക് തന്നെയാണ് കൊടുക്കുന്നത്. ആൻഡ് അതിനുശേഷം ഷോപ്പ് പോയിൻ്റർ ടൂൾ അടിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സംഭവം കാര്യങ്ങൾ, നിങ്ങൾക്ക് ഈ ഒരു എഡ്ജ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആക്കി കൊടുക്കുകയാണ്. ഓക്കെ, സോ ജസ്റ്റ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു സംഭവം കാര്യങ്ങൾ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. സോ ഇത് കറക്റ്റായിട്ട് കൊടുക്കുക. ആൻഡ് അത് കറക്റ്റായിട്ട്
ചെയ്യുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ലോഗോ കാര്യങ്ങൾ കാണാനായിട്ട് പക്കയായിട്ട് വരാം. ഓക്കെ, സോ ജസ്റ്റ് ഈ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്ന രീതിക്ക് തന്നെ കറക്റ്റായിട്ട് കൊടുക്കുക. ഓക്കെ, സോ ജസ്റ്റ് ആ ഒരു നമ്മൾ തുടങ്ങിയ ആ ഒരു ഭാഗത്ത് തന്നെ കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സെലക്ട് ആവും. അതിന് ശേഷം ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു വർക്ക് കാര്യങ്ങൾ ഓൾമോസ്റ്റ് കഴിയുന്നുണ്ടാവും. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഈ ഒരു രീതിക്ക് കറക്റ്റ് അല്ലാത്ത എല്ലാ എഡ്ജ് കാര്യങ്ങളും ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ഔട്ട്ലൈൻ്റെ കാര്യങ്ങളും സെറ്റാണ്. ഓക്കെ, സോ ഇത് കറക്റ്റായിട്ട് ടൈം എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാനും ടൈം എടുത്ത് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതൊക്കെ കറക്റ്റായിട്ട് ടൈം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കറക്റ്റായിട്ട് പതുക്കെ സെലക്ട് ചെയ്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, സോ അത് ചെയ്യുക. സോ ഗൈസ് ഇപ്പോൾ അത്രയും ചെയ്തപ്പോൾ നമ്മൾ ടെക്സ്റ്റ് കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് ഷീൽഡ് ലോഗോ കാര്യങ്ങൾ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഔട്ട്ലൈൻ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇനി നമ്മുടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ സെറ്റ് ആക്കുക. ഓക്കെ, സോ നമ്മളൊരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഗ്രേ കളറാക്കി വെച്ചിരുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ നമ്മൾ ഇതിന് ബ്ലാക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ അതിന് ശേഷം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ഒരു ലെയർ കാര്യങ്ങൾ, അതായത് നമ്മുടെ സെയിം ലോഗോൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയർ കാര്യങ്ങൾ ഈ ഒരു രീതിക്ക് ഒന്ന് വലുതാക്കി വെച്ച് കൊടുക്കുക. അതിന് ശേഷം കറക്റ്റായിട്ട് ഈ ഒരു രീതിക്ക് വെക്കുക. സോ ഇങ്ങനൊരു രീതിക്ക് വെക്കുക, അതായത് നല്ല രീതിക്ക് സൂം ചെയ്ത് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഫെയ്ഡ് ഓപ്ഷൻ കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഒരു രീതിക്ക് നമ്മുടെ ഫെയ്ഡ് കാര്യങ്ങൾ കൊടുക്കുക. ഓക്കെ, സോ നിങ്ങൾക്ക് ഫെയ്ഡ് കാര്യങ്ങൾ താഴെ കാണാൻ പറ്റും. സോ അതുപോലെ ഫെയ്ഡ് കാര്യങ്ങൾ കൊടുക്കാൻ, അതുപോലെ തന്നെ ഗൗഷൻ ബ്ലർ കാര്യങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. സോ ഗൗഷൻ ബ്ലർ കൊടുക്കുന്നത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കണ്ട. സോ അതിനുശേഷം ഗ്രേഡിയൻറ്റ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഓൾമോസ്റ്റ് നമ്മുടെ ആ ഒരു കളറിനനുസരിച്ച് വരുന്ന നല്ലൊരു ഗ്രേഡിയൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, സോ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്യാം. ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ഗ്രേഡിയൻറ്റിൻ്റെ കളർ കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഷീൽഡിൻ്റെ ആ ഒരു ലോഗോൻ്റെ കളറൊക്കെയാണ് കറക്റ്റായിട്ട് കൊടുക്കുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കളർ കാര്യങ്ങൾ തന്നെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, സോ ജസ്റ്റ് അത് അവിടെ നിന്നൊരു ലൈറ്റ് റേ വരുന്ന രീതിക്കാണ് നമ്മൾ അത് ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ അത് കറക്റ്റായിട്ട് കൊടുത്ത് അതിന് ശേഷം ലീനിയർ റോഡ് കാര്യങ്ങൾ കൊടുത്തു. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് ഈ ഒരു ലോഗോൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. സോ അതിന് ശേഷം ജസ്റ്റ് അതൊന്ന് മെർജ് ഡൗൺ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചും കൂടെ ഒന്ന് ബാക്കിലോട്ട് നമ്മളൊന്ന് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് അപ്പം അതിനുശേഷം നമ്മൾ ബ്ലർ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒന്ന് കൂട്ടുകയാണ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ് അതിന് ശേഷം ഗൗഷൻ ബ്ലർ കാര്യങ്ങളുടെ ആ ഒരു ഓപ്ഷൻസ് കാര്യങ്ങൾക്ക് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതായത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. സോ ജസ്റ്റ് ആ ഒരു രീതിക്ക് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഗൈസ് അപ്പം അതിനുശേഷം നമ്മൾ ഇനി ചെയ്യാന്ന് വെച്ചാൽ ഒരു ഗ്ലോ എഫക്റ്റ് കാര്യങ്ങൾ കൊടുക്കുകയാണ്. സോ ഇത് നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സോ നമ്മുടെ ടെക്സ്റ്റിനൊക്കെ ഗ്ലോ എഫക്റ്റ് കൊടുക്കുന്ന ഈ രീതിക്കാണ്. ഓക്കെ, സോ ജസ്റ്റ് ബ്രഷ് എടുത്തതിന് ശേഷം ജസ്റ്റ് പുതിയൊരു ലെയറിൽ ജസ്റ്റ് ഡോട്ടുകൾ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ജസ്റ്റ് ഗൗഷൻ ബ്ലർ ഫുള്ളാക്കിയിട്ട് കൊടുക്കുക. ഫുള്ളിനേക്കാളും കുറച്ചുകൊണ്ട് താഴോട്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ലീനിയർ റോഡ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓപ്ഷൻസ് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ ഞാൻ അങ്ങനെ ലീനിയർ റോഡ്സ് കാര്യങ്ങൾ ചെയ്യാറില്ല. സോ ജസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ കുറയ്ക്കാറാണ് പതിവ്. ഓക്കെ, സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റെപ്പ് അവിടെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതിൻ്റെ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലോഗോ കാര്യങ്ങൾ സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഈ ഒരു മാസ്കോട്ട് ലോഗോ കാര്യങ്ങളുടെ ടെക്സ്റ്റ് ഷീൽഡ് ബാക്ക്ഗ്രൗണ്ട് പ്രൊഫഷണലി അടിയുന്നത് പറഞ്ഞാൽ. സോ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സംഭവങ്ങൾ കറക്റ്റായിട്ടുണ്ട്. ഓക്കെ, സോ ഗൈസ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. ഈ ഒരു വീഡിയോ കാര്യങ്ങൾ നമ്മുടെ ബ്ലാക്ക് ജിപ്സ് സൈഡിലുള്ള കൊളാബ് വീഡിയോ തന്നെയാണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പ്രൊഫഷണലി നിങ്ങൾക്ക് ലോഗോസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചെറിയൊരു അഡീഷണൽ റവന്യൂ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. സോ ഗൈസ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ബ്ലാക്കിൻ്റെ ചാനൽ ലിങ്ക് കാര്യങ്ങൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. സോ ചാനൽ ലിങ്ക് കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഓക്കെ, സോ ചെക്ക് ഔട്ട് ചെയ്യുക. ആൻഡ് ഇതായിരിക്കും നമ്മുടെ കൊളാബ് വീഡിയോൻ്റെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു സീരീസ് കൊളാബ് വീഡിയോസ്, അതായത് ഡ്രോയിങ് ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള മാസ്കോട്ട് വെച്ചിട്ടുള്ള കൊളാബ് വീഡിയോ കാര്യങ്ങൾ നമ്മുടെ ഇത് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സോ ഇനിയും കിഡായിട്ടുള്ള കൊളാബ് വീഡിയോസൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നോക്കിയതിന് ശേഷം അത് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നല്ലതാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്നുണ്ടാവും. സോ അത്രയാണ് പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഫ്രീ ഫയർ കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.